ബിടെക് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിൽ ആഭ്യന്തര അന്വേഷണ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു. വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അധ്യാപകരുടെ മൊഴിയും രേഖപ്പെടുത്തും. കോളേജിലെ ഗവേണിംഗ് ബോഡി അംഗങ്ങളായ 3 പേരാണ് കമ്മീഷനിലെ അംഗങ്ങൾ. വിദ്യാർത്ഥികൾ ഉന്നയിച്ചത് പ്രകാരമാണ് കമ്മീഷനെ നിയോഗിക്കാൻ മാനേജ്മെന്റ് തയ്യാറായത്. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിൽ മുന്നോട്ടുള്ള പഠനത്തിൽ പ്രതിസന്ധി നേരിട്ട ബിടെക് 4ാം സെമസ്റ്റർ വിദ്യാർത്ഥി അരുണാചൽ പ്രദേശ് സ്വദേശി മിച്ചി മറുപ്പുവിന്റെ മരണത്തെ തുടർന്നുണ്ടായ വിദ്യാർത്ഥി സമരത്തിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥ പ്രകാരമാണ് ആഭ്യന്തര അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ J. ഐസക്, ഡോക്ടർ ബെന്നി അലക്സാണ്ടർ, പ്രൊഫസർ SCM കൊറ്റാലിൽ എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ. 3 പേരും കോളേജിന്റെ ഗവേണിംഗ് ബോഡിയിലെ അംഗങ്ങളാണ്. ബുധനാഴ്ച തന്നെ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ഒരു പറ്റം വിദ്യാർത്ഥികളിൽ നിന്നുള്ള മൊഴി രേഖപ്പെടുത്തി. അധ്യാപകരുൾപ്പെടെയുള്ളവരുടെ മൊഴികളും വരും ദിവസങ്ങളിൽ എടുക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മാനേജ്മെന്റിന്റെ നിർദ്ദേശം. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. റിപ്പോർട്ടിൽ ആരെങ്കിലും കുറ്റക്കാരായി കണ്ടാൽ നടപടിയുണ്ടാകും. അന്വേഷണ കാലയളവിൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെയും യൂണിവേഴ്സിറ്റി കോർഡിനേറ്ററെയും ക്യാമ്പസിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. മിച്ചി മറുപ്പുവിന്റെ ആത്മഹത്യയുടെ സാഹചര്യങ്ങൾക്ക് പുറമെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച മറ്റ് ആവശ്യങ്ങളും സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ചൊവ്വാഴ്ച നടത്തിയ കനത്ത സമരത്തിനൊടുവിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിലാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നതിൽ ധാരണയുണ്ടായത്. GTV ന്യൂസ്, കോതമംഗലം.